കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയെ പരിഹസിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ. സ്വയം യുവനേതാവെന്ന് പറയുന്ന 54-കാരനായ രാഹുൽ ഗാന്ധി ഭരണഘടന മാറ്റുമെന്ന് അവകാശപ്പെട്ട് ഭരണഘടനയുമായി ചുറ്റിത്തിരികയാണെന്നാണ് അമിത് ഷാ പറഞ്ഞത്. രാഹുൽ ഗാന്ധിയുടെ കയ്യിലെ ഭരണഘടന ശൂന്യമാണെന്നും വില കുറഞ്ഞ പബ്ലിസിറ്റിക്ക് വേണ്ടിയാണ് രാഹുൽ ഭരണഘടന ഉപയോഗിക്കുന്നത് എന്നും അമിത് ഷാ പറഞ്ഞു. നമ്മുടെ ഭരണഘടന ഒരിക്കലും മാറ്റമില്ലാത്തതായി കണക്കാക്കപ്പെടില്ല. ആർട്ടിക്കിൾ 368 ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള വ്യവസ്ഥയുണ്ട്. യുവ എന്ന് സ്വയം വിളിക്കുന്ന 54-കാരനായ ഒരു നേതാവ് ഞങ്ങൾ ഭരണഘടന മാറ്റുമെന്ന് അവകാശപ്പെട്ട് ഭരണഘടനയുമായി ചുറ്റിത്തിരിയുകയാണ്. ഇത്തരത്തിലാണ് അദ്ദേഹം പരിഹാസ രൂപേണ രാഹുൽ ഗാന്ധിയെ കുറിച്ച് പറഞ്ഞത്. ഭരണഘടനയിൽ BJPയേക്കാൾ മാറ്റം വരുത്തിയത് കോൺഗ്രസ് ആണെന്നും അമിത് ഷാ പറയുന്നു. ഇരു പാർട്ടികളും ഭരണഘടനയിൽ ഭേദഗതി വരുത്തിയിട്ടുണ്ട്. എന്നാൽ BJP അധികാരത്തിൽ ഇരുന്നപ്പോൾ 16 വർഷത്തെ ഭരണത്തിൽ 22 തവണ മാത്രമാണ് ഭരണഘടന ഭേദഗതി ചെയ്തുവെന്നും കോൺഗ്രസ് അധികാരത്തിൽ ഇരുന്നപ്പോൾ 55 വർഷത്തിനിടെ 77 ഭരണഘടന ഭേദഗതി വരുത്തിയെന്നും അമിത് ഷാ പറഞ്ഞു. ഭേദഗതികൾ നടപ്പിലാക്കാൻ വ്യത്യസ്ത വഴികളുണ്ട്. ചിലത് ഭരണഘടനാപരമായ നടപടിക്രമങ്ങൾ പിന്തുടരുന്നു, മറ്റുള്ളവ ഒരു ഔപചാരികത എന്ന നിലയിൽ ആയിരിക്കാമെന്നും അദ്ദേഹം പറഞ്ഞു. 1951 ജൂൺ 18-നാണ് ആദ്യ ഭേദഗതി വരുത്തിയത്. ഭരണഘടനാ രൂപീകരണത്തിന് ശേഷം അധികാരത്തിലെത്തുന്നതിന് മുൻപ് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് കാത്തിരിക്കാനുള്ള ക്ഷമ കോൺഗ്രസിന് ഉണ്ടായിരുന്നില്ല. അഭിപ്രായ സ്വാതന്ത്ര്യം ഹനിക്കുന്നതിനാണ് ആർട്ടിക്കിൾ 19A ചേർത്തത്. അന്ന് ജവഹർലാൽ നെഹ്റു ആയിരുന്ന പ്രധാനമന്ത്രി 24-ാം ഭേദഗതി കൊണ്ടുവന്നത് നെഹ്റുവിൻ്റെ മകൾ ഇന്ദിരാഗാന്ധിയാണെന്നും 1971 നവംബർ 24-ന് പൗരന്മാരുടെ മൗലികാവകാശങ്ങൾ കുറയ്ക്കാനുള്ള അവകാശം പാർലമെന്റിന് ലഭിച്ചുവെന്നും അമിത് ഷാ പറയുന്നു. കോൺഗ്രസ് ഭരണഘടനയെ കുടുംബത്തിന്റെ സ്വകാര്യ വകയായി കണക്കാക്കുകയും പാർലമെന്റിൽ വഞ്ചന കളിക്കുകയും ചെയ്തുവെന്നും അമിത് ഷാ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. കഴിഞ്ഞ 75 വർഷമായി ഭരണഘടനയുടെ പേരിൽ കോൺഗ്രസ് വഞ്ചന കളിക്കുകയാണ്. നെഹ്റു ഗാന്ധി കുടുംബം പാർട്ടിയെയും ഭരണഘടനയെയും സ്വകാര്യ വകയായി കണക്കാക്കുകയും ചെയ്തുവെന്നാണ് അമിത് ഷായുടെ ആരോപണം.